എല്ലാ കൊല്ലം ഈ താൽക്കാലിക സീറ്റുകളും ബാച്ചുകളും അനുവദിക്കുമ്പോൾ പോലും ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ഓരോ തവണയും വീണ്ടും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് എൻ്റെ ഒരു അല്ല, ഗവൺമെൻറ് കണ്ണ് തുറക്കുന്നില്ല. കണ്ണ് തുറക്കേണ്ട ഒരു വിഷയമാണത്. ഇത്രയധികം വാർത്താ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു കൊണ്ടുവന്നിട്ടും കണക്കുകൾ നിരത്തിയിട്ടും എന്താണ് ഗവൺമെൻറ് കണ്ണു തുറക്കാത്തത് പറഞ്ഞുകൂടാ. ആയിരക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്താവുന്നത്. അധിക ബാച്ചുകളോ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. UDF ചെയ്തുകൊണ്ടിരുന്നതല്ലേ. ഇവർ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ലീഗ് അനാവശ്യമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കുകയാണ് എന്നുള്ളത്. നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം ഉണ്ടാവില്ലേ? കണക്കൊന്നും എടുത്ത് നോക്കിയാൽ മതി. ഞാനതിന് മറുപടി പറയേണ്ട കാര്യമില്ല. സ്ഥിരം ബാച്ചുമായിട്ട് ഇത്തവണയും സർക്കാർ ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലീഗ് സമരമായിട്ട് മുന്നോട്ടിറങ്ങാൻ തന്നെയാണ് തീരുമാനം. സമരം ഏതായാലും ഉണ്ടാവും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രക്ഷോഭം ഉറപ്പായിട്ടുണ്ടാവും. ഈ കാര്യത്തിൽ പ്രക്ഷോഭം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലുണ്ടാവുക? ഈ അധിക സീറ്റ് ഈ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നേരത്തെ തന്നെ സർക്കാർ ഇത് അധിക സീറ്റ് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം തണുക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും കുത്തി നിറച്ചിരിക്കുന്ന കുട്ടികളെത്ര? ഇങ്ങനെ കുട്ടികളെ കുത്തി നിറക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് അധിക സീറ്റ് കൊടുത്തു എന്ന് വിചാരിച്ച് ഇത് തണുക്കാനും പോകുന്നില്ല, സമരം ഒഴിവാകാനും പോകുന്നില്ല. സമരം ഉണ്ടാവും.